ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വൈദികനാകുന്നത് ഈ ഓർഡർ ഓഫ് ഓർഡിനേഷൻ ഡിഫറൻറ്റ് സ്റ്റേജസാണ്. 7ാമത്തെ ഓർഡറാണ് കശീശോ അല്ലെങ്കിൽ പുരോഹിതൻ എന്ന് പറയുന്നത്, വൈദികൻ. അപ്പം അതിനു മുമ്പ് 6 ഓർഡേഴ്സുണ്ട്. 6ാമത്തേതാണ് ഷമ്മാശൻ, പൂർണ്ണ ഷമ്മാശനാകുന്നത്. 5ാമത്തേതാണ് യൗപ്പദ്യൂക്കനം. അപ്പോൾ ഈ പട്ടംകുട ഓർഡറിലെ 5ാമത്തെ ഓർഡറാണ് ഇപ്പം നൽകുന്ന ഹാഫ് ഡീക്കൻ, സബ് ഡീക്കൻ എന്ന് പറയുന്ന ഈ 5ാമത്തെ ഓർഡർ. അപ്പോൾ അതിനു മുമ്പ് 4 ഓർഡറുകളുണ്ട്. അപ്പോൾ അതിൽ 1ാമത്തെ ഓർഡർ ഇവിടെ ഇരിക്കുന്ന സ്ത്രീയും പുരുഷനും എല്ലാവരും 1ാമത്തെ ഓർഡറിൽപ്പെട്ടവരാണ്. ആദ്യത്തെ പട്ടം കൂടെ സ്വീകരിച്ചവരാണ്. മാമോദീസായിലെ മുറോൻ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ സത്യത്തിൽ അതൊരു പട്ടം കൂടെയാണ്. ഒൽമോയോ ആദ്യത്തെ ആ പട്ടം കൂടെ സ്വീകരിച്ചവരാണ് എല്ലാവരും, സ്ത്രീയും പുരുഷനുമെല്ലാം. അങ്ങനെ സ്ത്രീയും പുരുഷനുമെല്ലാം രാജകീയ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ടവരാണ് 1ാമത്തെ പട്ടം കുടയിലൂടെ, മുറോൻ അഭിഷേകത്തിലൂടെ. അതുകൊണ്ടാണ് മാമോദീസ കഴിയുമ്പം കിരീടമൊക്കെ വെച്ച് എല്ലാവരും രാജകീയ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ടതായതുകൊണ്ടാണ് കിരീടമൊക്കെ വെച്ച് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മദ്ബഹായിൽ കയറ്റി ത്രോണോസ് മുത്തിക്കുകയൊക്കെ ചെയ്യുന്നു. 1ാമത്തെ ഓർഡറിൽപ്പെട്ടതാണ്. 2ാമത്തെ ഓർഡർ മൗദ്യോനോ, അത് പട്ടമൊന്നുമില്ല, തിരുമേനി ചുമതലപ്പെടുത്തുന്നതാണ്, ബിഷപ്പിൻ്റെ കൽപ്പനയിലൂടെ ചുമതലപ്പെടുത്തുന്നതാണ്. അവരാണ് ഈ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അധികാരപ്പെടുത്തി വിടുന്ന സുവിശേഷകരാണ് അവർ. 2ാമത്തെ പട്ടം. 3ാമത്തെ പട്ടം സമറോനോ, അത് പട്ടം കൂടെ ശുശ്രൂഷയുണ്ട്, വലിയ ചെറിയ മൈനർ ഓർഡറിൽപ്പെട്ട ശുശ്രൂഷയാണ്. അവർ പാട്ടുപാടുന്നവരാണ്, മദ്ബഹായിലെ പാട്ടുപാടാനായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നവർ. 4ാമത്തെ ഓർഡർ കോറുയോ, അവർ വായനക്കാരാണ്, വായനകളൊക്കെ ഭംഗിയായിട്ട് നടത്താനായിട്ട്. അത് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തി വരുന്നവരാണ് അടുത്ത ഓർഡറിൽ പ്രവേശിച്ച് അങ്ങനെ വൈദികരായിട്ട് വരുന്നത്. ആ ക്രമീകരണങ്ങളിലെല്ലാം ഭംഗിയായിട്ട് ചെയ്യണം. അത് സുവിശേഷം പഠിപ്പിക്കാനായിട്ടുള്ള മാമോദീസ മുങ്ങി രാജകീയ പൗരോഹിത്യ ഗണത്തിൽ ചേരണം. അത് കഴിഞ്ഞ് സുവിശേഷം പഠിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ടാകണം, പ്രസംഗിക്കാൻ കഴിവുണ്ടാകണം. അത് 2ാമത്തെ പട്ടം. പഠിക്കാനുള്ള കഴിവുണ്ടാകണം. 3ാമത്തെ പട്ടം സമറോനോ, പാട്ടുപാടാനായിട്ടുള്ളത്. ഇപ്പോൾ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഒന്നിച്ച് ഇന്ന് ഒരേപോലെ ഭംഗിയായിട്ട് പാടാൻ അല്ലേ. ഇന്നിവിടെ കൊയറ് പാടിയപ്പോൾ അതിനകത്ത് വ്യത്യസ്തമായിട്ടൊരു ആമയൻ കേട്ടു അല്ലേ. അത് പാടില്ലാത്തതാ. അങ്ങനെ എന്തിനാ ഒരാമയൻ അങ്ങനെ ഒരാൾ വ്യത്യസ്തമായിട്ട് മൈക്ക് പിടിച്ച് പറയുന്നത് അല്ലേ. ഒരേപോലെ കൊയറിൽ ഭംഗിയായിട്ട് പാടാൻ പരിശീലിക്കണം. സത്യത്തിൽ അങ്ങനെ പരിശീലിച്ചതെല്ലാം കഴിഞ്ഞായി യൗപ്പദ്യൂക്കനം തരുന്നത്. സത്യത്തിൽ അതങ്ങനെ ചെയ്തത് ഒരു ഷമ്മാശനാണെങ്കിൽ ഹി ഷുഡ് ബി കറക്റ്റഡ്. അദ്ദേഹത്തിന് ഷമ്മാശനാകാൻ പാടില്ലാത്ത ആളാണ്. കാരണം എന്താ, ഒരേപോലെ ഒന്നിച്ച് ലീഡ് ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള ആളാകണം സമറോനോ, പാട്ടുപാടാൻ സമറോനോ അങ്ങനെ ആയിരിക്കണം. കോറുയോ വായനക്കാരനും അങ്ങനെ ആയിരിക്കണം, ലെജിബിളായിട്ട് ഭംഗിയായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് ഓഫ് ഓർഡിനേഷനാണ് ഏതാ, സബ് ഡീക്കൻ. അത് അപ്പം ഈ 3-4 ഓർഡറുകളിലെയും ശുശ്രൂഷകൾ ഭംഗിയായി സെമിനാരിയിൽ നിങ്ങൾ പരിശീലിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആദ്യത്തെ ഓർഡേഴ്സ് ഒന്നും തരാതെ ഒന്നിച്ചിപ്പോൾ ഇവിടെ തരുന്നത് അല്ലേ. അപ്പം അത് പ്രധാനമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പരിശീലിച്ചിരിക്കണം. സുവിശേഷം പ്രസംഗിക്കാനുള്ള പാഠം ഉണ്ടാകണം, പാട്ട് പാടാനുള്ളതായിട്ടുള്ള പാഠം ഉണ്ടാകണം, വായനക്കാരനായിട്ടൊന്ന് ചെയ്യാനായിട്ട് ലീഡ് ചെയ്യാനായിട്ടുള്ള പാഠം ഉണ്ടാകണം. അത് കഴിഞ്ഞ് കാവൽക്കാരനായിട്ട് വിശ്വാസികളെ ദേവാലയത്തിൻ്റെ കാവൽക്കാരനായിട്ട് നിൽക്കുന്ന യൗപ്പദ്യൂക്കനും പട്ടമാണ് ഇപ്പോൾ തരുന്നത്. അത് കഴിയുമ്പോഴാണ് അടുത്തത് പൂർണ്ണ ഷമ്മാശനും പുരോഹിതനുമായിട്ട് വരുന്ന പട്ടം കൊട ശുശ്രൂഷയിലേക്ക് നിങ്ങളെ അങ്ങനെ പടിപടിയായിട്ടാണ് ഈ
ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഇവരെ വൈദിക വിദ്യാഭ്യാസം ഇവർ ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിലെ ഇന്നത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ ക്രൈസ്തവ ശുശ്രൂഷ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ ഏറ്റെടുക്കാനുള്ള ധൈര്യവും ബലവും ശക്തിയുമൊക്കെ ഈ രണ്ടു പേർക്കും ലഭിക്കാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു. ഇപ്പം നാളെ പെന്തിക്കോസ്തി പെരുന്നാളാണ്. ഇത് കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണ്. നമുക്കറിയാമല്ലോ, അപ്പോസ്തലന്മാർ, യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ, അവർ ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് എത്രയോ അതിശയങ്ങളൊക്കെ കണ്ടു. എന്തൊക്കെ പഠിപ്പിക്കലുകൾക്ക് അവർ സാക്ഷികളായി. ഒരുപാട് അതിശയ പ്രവർത്തനങ്ങൾ അവർ സാക്ഷികളാകുകയും അതിനടുത്ത് പങ്കാളികളാകുകയും ചെയ്തവരാണ്. പക്ഷെ അവരൊക്കെ ഓരോ സന്ദർഭങ്ങളിലും മാറി മാറി പോകുന്നവരായിരുന്നു. എന്നാൽ പെന്തിക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ശിഷ്യന്മാരുടെ മാറ്റം എന്ന് പറയുന്നത് അത് ഭയങ്കരമായ മാറ്റമാണ്. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നവർ, ക്രിസ്തു പല പ്രാവശ്യം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും അവരുടെ ശുശ്രൂഷയെ മറന്ന് മറ്റ് പല പ്രവർത്തനങ്ങൾക്കൊക്കെ പോയവരാണവർ. ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് ഇതിനെല്ലാം സാക്ഷിയായവർ, മശിഹയാണെന്ന് ഏറ്റുപറഞ്ഞവർ ഒക്കെയാണെങ്കിലും അവർ ക്രിസ്തുവിനോട് കൂടെ നടന്ന് ഈ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പോലും മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് അവരുടെ ശുശ്രൂഷ മറന്ന് മാറിപ്പോയവരാണ്. എന്നാൽ 10 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സിഹ്യോൻ മാളികയിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷമുള്ള അവരുടെ മാറ്റം ഭയങ്കരമായ മാറ്റമാണ്. ആ ഒരു മാറ്റത്തെപ്പറ്റി ചിന്തിക്കാൻ ഈ ദിവസം പ്രയോജനപ്പെടണം. അവർ മാറ്റി. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം മൂലം സബ്ഡീക്കൻ എന്നുള്ള പദവിയിലേക്ക് വരികയാണല്ലോ. ആത്മാവിൻ്റെ നിറവിൽ നമ്മളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെപ്പറ്റി ചിന്തിക്കണം. ഒറ്റ ദിവസത്തിൽ ചാഞ്ചല്യപ്പെട്ട് പല സന്ദർഭങ്ങളിലാക്കി മാറിപ്പോയ പത്രോസ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം മൂലം പെന്തിക്കോസ്തി പെരുന്നാളെ പ്രാപിച്ചതിന് ശേഷമുള്ള ദീർഘമായ പ്രസംഗം, അത്രയും നാളത്തെ പത്രോസ് അല്ല പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷമുള്ള പത്രോസ് എന്ന് പറയുന്നത്. ഒറ്റ ദിവസം കൊണ്ട് 3000 പേരാണ്, ഒറ്റ പ്രസംഗത്തിൽ 3000 പേരാണ് മാമോദീസ മുങ്ങിയത്. എവിടെ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാവരും രക്തസാക്ഷി മരണം പ്രാപിക്കാൻ തക്കവണ്ണം സജ്ജരായി മാറി. അങ്ങനെയുള്ള ധൈര്യവും ശക്തിയും ആത്മാവും ഒക്കെ പ്രാപിക്കാനുള്ള കൃപ അവർക്ക് ലഭിച്ചു. ആ ആത്മാവിൻ്റെ ഓഹരി പ്രാപിപ്പാനാണ് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളത്. ആ അപ്പോസ്തലന്മാർ പ്രാപിച്ച ആത്മാവിൻ്റെ ഓഹരി പ്രാപിപ്പാനാണ്, അതിൽ പങ്കാളികളാകാനാണ് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ട സംഗതിയാണ്. പൗരോഹിത്യത്തെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് ദ പില്ലേഴ്സ് ഓഫ് പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ പിതാക്കന്മാർ ഓർമ്മിപ്പിക്കാറുണ്ട്. പില്ലേഴ്സ് ഓഫ് പ്രീസ്റ്റ്ഹുഡ് 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാറുണ്ട്. ഒന്നാമത്, ഒരു നല്ല മനുഷ്യനായി മാറണം, മനുഷ്യത്വം ഉണ്ടാകണം. നല്ല മനുഷ്യനായി, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യപ്പെടുക, ധാർഷ്ട്യം കാണിക്കുക, ദേഷ്യം വച്ച് പുലർത്തുക, പക വച്ച് പുലർത്തുക, അങ്ങനെയൊക്കെയുള്ള ആളായി മാറുന്നത്. മറ്റ് സാധാരണ മനുഷ്യരിൽ നിന്നും ഒരു പടി കൂടി ഉയർന്ന തരത്തിലുള്ള മനുഷ്യത്വം കീപ്പ് ചെയ്യുന്ന മനുഷ്യനായിരിക്കാൻ തക്കവണ്ണം സാധിക്കും. ഒരു നല്ല മനുഷ്യനാണ് എ ബെറ്റർ ഹ്യൂമൻ ബീയിങ്. അത് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും പിതാക്കന്മാർ നൽകുന്ന ഉപദേശങ്ങളിലെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സാധാരണയ്ക്കപ്പുറമായിട്ടുള്ള ഒരു മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണം. മനുഷ്യത്വം, നല്ല മനുഷ്യത്വം കീപ്പ് ചെയ്യുന്ന ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറാൻ സാധിക്കണം. 4 പില്ലേഴ്സിലെ ഒന്നാമത്തെ കാര്യമാണത്. രണ്ടാമത്, നല്ലൊരു സ്പിരിച്വൽ ബീയിങ് ആയിട്ട് മാറണം. നല്ല ആത്മീയത കൈവരിക്കാൻ സാധിക്കണം. അത് ബാഹ്യ പ്രകടനങ്ങളിലല്ല. നല്ല സ്വരമാധുര്യം കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് വേഷം, സ്വരമാധുര്യം, പബ്ലിക് പെർഫോമൻസ് വൈദികരങ്ങനെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഒരു
ട്രെൻഡ് കൂടി വരുന്നുണ്ട്, പബ്ലിക് പെർഫോമൻസ്. അതുകൊണ്ട് നമുക്കിങ്ങനെ പാട്ടുകളും പ്രാർത്ഥനകളുമൊക്കെ വീഡിയോ ക്ലിപ്പിട്ട് അങ്ങനെ വലിയ വൈറലാക്കിയൊക്കെ ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ. ഈ പബ്ലിക് പെർഫോമൻസ്, അതിനതീതമായ ഒരു ആത്മീയതയെപ്പറ്റി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. രഹസ്യമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയത, അതാണ് പ്രധാനപ്പെട്ടത്. രഹസ്യ പ്രാർത്ഥന നടത്തുന്നത്, എല്ലാ പ്രാർത്ഥനകളും കാനോനിക നമസ്കാരങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഉള്ള ഔത്സുക്യം, താല്പര്യം, സഭയുടെ കുദാശാനുഷ്ഠാനങ്ങൾ അതിൻ്റെ നിറവോടെ ചെയ്യാനായിട്ടുള്ള ഒരുക്കം, നോമ്പും പ്രാർത്ഥനയുമൊക്കെ അത് മറ്റുള്ളവരെ കാണിക്കുന്നതിനപ്പുറമായിട്ട് ഉള്ള ഒരുക്കം. ഞാൻ പഴയ നമ്മുടെ കാലം ചെയ്ത എപ്പിഫാനിയോസ് തിരുമേനിയെ പറ്റി പെട്ടെന്ന് ഓർത്തു പോയതാണ്. അദ്ദേഹം ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും കയറി വന്നാൽ ബൈബിൾ അങ്ങ് ഒളിച്ചു വെക്കും. ബൈബിൾ വായിക്കുന്നത്, പഠിക്കുന്നത്, കാണുന്നത് മറ്റൊരാൾ കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതങ്ങ് ഒളിച്ച് തലയണയുടെ കീഴിലോട്ടാണ് കയറ്റി വെക്കുന്നത് അവിടെ ഇരിക്കുമ്പോൾ. അങ്ങനെ ബാഹ്യപ്രകടനങ്ങൾ അപ്പുറമായിട്ടുള്ള ഒരു ആത്മീയത അത് നമ്മൾ ഉണ്ടാകണം. ഒരു നല്ല മനുഷ്യനാകണം, നല്ല ആത്മീയ അടിത്തറ നമുക്കുണ്ടാകണം. മൂന്നാമത് ഇൻ്റലക്ച്വൽ, ബുദ്ധിമാനായിരിക്കണം, ബുദ്ധി ആയിരിക്കണം. നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. ഇനി ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായതുകൊണ്ടും അതിനകത്തൊക്കെ അഡിക്റ്റായി പോകുന്നത് കൊണ്ടും അതിനകത്തൊക്കെ വർക്ക് ചെയ്ത് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതിൻ്റെ പല മേഖലകളും ഡെഡായി പോകുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ ഓർമ്മയും ബുദ്ധി ഊർമ്മതയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ ഐക്യപ്പം ക്രിസ്തു പറഞ്ഞതാണത്. ശിഷ്യന്മാരെ ഐക്യപ്പം ക്രിസ്തു പറഞ്ഞതാണ്. ബുദ്ധിപൂർവമായിരിക്കണം. നമ്മളെ ഏൽപ്പിക്കുന്ന മനുഷ്യൻ്റെ ശുശ്രൂഷ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ നമ്മളും ട്രാപ്പിലാവും, മനുഷ്യരെയും നമ്മൾ പ്രയാസത്തിൽ കൊണ്ടെത്തിക്കും. നമ്മളും പ്രയാസത്തിലാകും, മനുഷ്യരെയും പ്രയാസത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നമ്മുടെ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം. നാലാമത്തെ പില്ലർ എന്ന് പറയുന്നത് വി ഷുഡ് ബി പാസ്റ്ററൽ ഓറിയൻറ്റഡ്. ഇടയത്തെ ശുശ്രൂഷ. എൻ്റെ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ള പ്രശസ്തമായ സങ്കീർത്തനം നമുക്കറിയാമല്ലോ. എൻ്റെ ഇടയനാകുന്നു. ദാവീദ് ക്രിസ്തുവിനെ പറ്റി പറയുന്നത്, യഹോവയെ പറ്റി പറയുന്നത് അങ്ങനെയാണ്, എൻ്റെ ഇടയനാകുന്നു. ആ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ്, യഹോവ ഏൽപ്പിച്ച ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ് നമ്മൾ ഏറ്റെടുക്കുന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നല്ല ഇടയനായി എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്ന, എല്ലാവർക്കും വേണ്ടി ഒരുപോലെ പ്രവർത്തിക്കാൻ, ശുശ്രൂഷിക്കാൻ സാധിക്കുന്ന നല്ല ഇടയനായി മാറാൻ സാധിക്കുന്ന ഒരു ശുശ്രൂഷ. ഈ 4 പില്ലേഴ്സും പൗരോഹിത്യ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപ്പെട്ട ഘടകങ്ങളാണ് എന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല. ഈ ഒരു വർഷക്കാലം ഇനി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഒരു വർഷക്കാലത്തെ പഠനം സെമിനാരി പൂർത്തീകരിച്ച് ഇടയത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് നിങ്ങൾ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് ഉണ്ടാകേണ്ടതാണ്. എങ്ങനെ ഒരു നല്ല ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയി മാറാൻ, ആത്മീയ ജീവിതത്തിൻ്റെ നിറവ് നമുക്ക് പ്രാപിച്ചെടുക്കുവാനും, ബുദ്ധിശക്തിയോടുകൂടി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനുള്ള താല്പര്യം നമുക്കുണ്ടാകുവാനും, അതോടൊപ്പം തന്നെ ഒരു പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകാനും ഇടയാകുന്ന ഒരു ശുശ്രൂഷയായി ഇതിനെ രൂപപ്പെടുത്തുവാൻ നിങ്ങൾക്കിടയാകണം എന്നുള്ളത് ആമുഖമായി ഓർമ്മിപ്പിച്ചുകൊണ്ട്